ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ. കെട്ടുകളഴിക്കുന്ന പരിശുദ്ധ അമ്മ സാത്താൻ്റെ തല തകർക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതയായ ദൈവമാതാവ് മറനീക്കി നമ്മുടെ മുമ്പിലേക്ക് വന്നണയുന്നു. പ്രശ്നങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളിൽ ഏറ്റെടുക്കുമ്പോൾ കെട്ടുകൾ താനെ അഴിഞ്ഞു വീഴുകയും തൊഴിൽ സാധ്യതകൾ, ആരോഗ്യം, അനുരഞ്ജനം എന്നിവ കടന്നു വരികയും ചെയ്യുന്നു. പാപങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിളിച്ചു വരുത്തിയ കുരുക്കുകൾ അഴിച്ചു മാറ്റുവാൻ പരിശുദ്ധ അമ്മ അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ മക്കൾ എന്ന നിലയിൽ നിത്യതയിൽ കാത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾക്ക് നമ്മെ ഒരുക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിജയം, സമാധാനം, അനുഗ്രഹങ്ങൾ, അനുരഞ്ജനം എന്നിവ അമ്മ വാഗ്ദാനം ചെയ്യുന്നു. കെട്ടുകളഴിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തോടുള്ള പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കന്യകാംബികെ, നിർമ്മല സ്നേഹത്തിൻ്റെ മാതാവേ, ആശ്രയം തേടി തൻ്റെ പക്കൽ അണയുന്ന മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മേ, നിനക്ക് സ്തുതി. വിമല ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന അനന്ത നന്മകളാലും ദൈവസ്നേഹത്താൽ പ്രേരിതമായ മാതൃവാത്സല്യത്താലും തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവിടുത്തെ തൃക്കരങ്ങൾ സദാ പ്രവർത്തന നിരതമായിരിക്കുന്നുവല്ലോ. കരുണാതരമായ അങ്ങയുടെ നയനങ്ങൾ എൻ്റെ നേർക്ക് തിരിക്കുകയും എന്നെ വരിഞ്ഞു മുറുക്കുന്ന കെട്ടുകളെ വീക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ നിസ്സഹായതയും നിരാശയും നിസ്സാരതയും നൊമ്പരവും അങ്ങ് അറിയുന്നുവല്ലോ. ഈ കെട്ടുകൾ എൻ്റെ ജീവിതത്തെ എപ്രകാരം സ്തംഭിപ്പിച്ചിരിക്കുന്നുവെന്നും അങ്ങ് നന്നായി അറിയുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചു മാറ്റുവാൻ സർവശക്തൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതമാകുന്ന ഈ നാട് അങ്ങയുടെ തൃക്കരങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്ക് അഴിച്ചു മാറ്റാനാവാത്ത കെട്ടുകളില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കരുണയുടെ അമ്മേ, അങ്ങയുടെ ദിവ്യസുതനും ഞങ്ങളുടെ നാഥനുമായ ഈശോയുടെ തിരുമുമ്പിൽ അവിടത്തേക്കുള്ള മധ്യസ്ഥ ശക്തിയാൽ ഈ കെട്ട് അങ്ങ് ഏറ്റെടുക്കണമേ. ഇവയെ എന്നേക്കുമായി അങ്ങ് അഴിച്ചു മാറ്റണമേ. അങ്ങനെ അത് ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് കാരണമാവട്ടെ. അങ്ങാണ് ദൈവം എനിക്ക് കനിഞ്ഞു നൽകിയ ഏക ആശ്വാസം. അനിശ്ചിതത്വം നിറഞ്ഞതും ദുരിതപൂർണവുമായ ഈ ജീവിതത്തിൽ അങ്ങാണ് എൻ്റെ ശക്തിയും ബലവും. ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിൽ നിന്ന് എന്നെ പിറകോട്ട് വലിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ദൂരെ അകറ്റുന്നത് അങ്ങാണല്ലോ. ഈ യാചനയുടെ സ്വരം ശ്രവിച്ച് എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും എൻ്റെ അഭയമായിരിക്കുകയും ചെയ്യണമേ. കെട്ടുകളഴിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ഹവ്വയും ദേവമാതാവും സഭയുടെ മാതാവുമായ പരിശുദ്ധ മറിയമേ, അങ്ങ് പുരാതന സർപ്പമായ സാത്താൻ്റെ തല തകർക്കുന്നവളാണല്ലോ. മാലാഖയുടെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ രക്ഷകനെ ഉദരത്തിൽ അങ്ങ് സ്വീകരിക്കുകയും കാലത്തിൻ്റെ തികവിൽ ദൈവപുത്രനെ ബത്ലഹേമിൽ ജന്മമേവുകയും ചെയ്തുവല്ലോ. പൊരുളറിയാനാവാത്ത ദൈവവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളെ, കാനായിലെ പ്രതിസന്ധിയിൽ സന്തോഷത്തിൻ്റെ പുതുവീഞ്ഞ് പകർന്നവളെ, കുരിശിൻ ചുവട്ടിൽ വെച്ച് ക്രിസ്തുവിനെ നിശബ്ദം ആരാധിച്ചവളെ, സെഹ്യോൻ ഊട്ടുശാലയിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിത ആയവളെ, ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ജീവിത കുരുക്കുകളെ അങ്ങ് അഴിച്ചു തരണമേ. അതോടൊപ്പം ഞങ്ങളുടെ പാപങ്ങൾ, അഹംഭാവം, അത്യാർത്തി, നിയന്ത്രണമില്ലായ്മ, അസൂയ, ഉദാസീനത എന്നിവയാൽ വന്നു ഭവിക്കുന്ന ഞങ്ങൾ പോലും അറിയാത്ത കുരുക്കുകളെയും അങ്ങ് അഴിച്ചു മാറ്റണമേ. അങ്ങ് സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെയും പരിശീലിപ്പിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണവേളയിലും മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.